ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സമസ്ത സമ്മേളന പ്രമേയം. രാഷ്ട്രീയ ഇസ്ലാം എന്നത് അപകടകരമായ ആശയം. മൗദൂദി ആശയങ്ങൾ യുവാക്കളെ വഴിതെറ്റിക്കുന്നു. ഇത്തരം വിഘടന ചിന്തകളെ പ്രതിരോധിക്കണമെന്നും സമ്മേളന പ്രമേയത്തിൽ പറയുന്നു. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് ഈ പ്രമേയത്തിൽ പറയുന്നത്? കാസർഗോഡ് കുണിയയിൽ ചേരുന്ന സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് ഇപ്പോൾ ഈ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയാണ് പ്രമേയത്തിൽ കാര്യങ്ങൾ പറയുന്നത്. രാഷ്ട്രീയ ഇസ്ലാം എന്നത് അപകടകരമായ ആശയമാണെന്ന പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മൗദൂദി ചിന്തകളെ യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നുകൂടി സൂചിപ്പിക്കുന്നു. ഒപ്പം പാൻ ഇസ്ലാമിക് തീവ്ര ചിന്തക്കെതിരെ ജാഗ്രത വേണമെന്നാണ് പ്രധാനമായും ഈ സമ്മേളനം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. മതരാഷ്ട്രവാദം ഒളിച്ചു കടത്തുന്ന വൈകാരിക പ്രകടനങ്ങളിലൂടെ രാഷ്ട്രീയ ഇസ്ലാം എന്ന അപകടകരമായ ആശയം അത് മുസ്ലിം യുവാക്കളെ മുഖ്യധാരയിൽ നിന്ന് വഴിതെറ്റാൻ കാരണമാകുന്നു എന്നാണ് പറയുന്നത്. മൗദൂദിസ്റ്റ് വിചാരധാരകൾ ഗൗരവകരമായ കാര്യമാണെന്ന് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ചില നിഷ്പക്ഷ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ചില മാധ്യമങ്ങൾ വഴിയാണ് ഇത്തരത്തിലുള്ള ഭൗതികപരമായ കടന്നുകയറ്റം ഉണ്ടാവുന്നതെന്നും സമുദായത്തെ ഭിന്നിപ്പിക്കാനുള്ള അജണ്ടകൾ തിരിച്ചറിയണമെന്നും ഈ സമ്മേളനം ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരം വിഘടന ചിന്തകളെ പ്രതിരോധിക്കണമെന്നാണ് ഈ സമ്മേളനത്തിൽ പറയുന്നത്. ഈ സമ്മേളനം ഉയർത്തുന്ന ഈ ഒരു പ്രമേയം അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുതിയ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ആ യാത്രയ്ക്ക് മുന്നോടിയായി ജമാഅത്ത് ഇസ്ലാമിയുമായി യാതൊരു തരത്തിലുള്ള ഭിന്നിപ്പും ആവശ്യമില്ല, ജമാഅത്ത് ഇസ്ലാമിയെ അവരെ അവഗണിച്ചു നിർത്തേണ്ട ആവശ്യമില്ല എന്ന് വി ഡി സതീശൻ പറയുന്നുണ്ട്. അതിന് പിന്നാലെയാണ് സമസ്ത ഈ ഒരു പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത്. UDF-നുള്ളിൽ വലിയ ചർച്ചകൾക്കും ഭിന്നിപ്പിനും ഇത് കാരണമായേക്കാം. മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന വിഭാഗമാണ് ഈ സമസ്ത. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും ഈ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതൊക്കെ ശ്രദ്ധേയമാണ്. വരും ദിവസങ്ങളിൽ ഇതിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവും. ഭവ്യ, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.